എൻ്റെ ബസ്സിൽ ഞാൻ പുരുഷന്മാർക്ക് ആ ഒരു ദിവസം സൗജന്യ യാത്ര അനുവദിക്കും. ഇതൊരു സമരമാർഗമാണ്. സർക്കാരിന്റെ കണ്ണ് തുറപ്പിക്കാനുള്ള ഒരു ബസ് ഉടമ എന്ന നിലയിൽ ഞാൻ എൻ്റെ പ്രതിഷേധം ഈ രീതിയിൽ അറിയിക്കുകയാണ്. KSRTCയിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര ആരംഭിക്കുമ്പോൾ പ്രതിഷേധ സൂചകമായി പുരുഷന്മാർക്കും സൗജന്യ യാത്ര ഒരുക്കുകയാണ് ഒരു സ്വകാര്യ ബസ്. ആലുവ മാഞ്ഞാലി റൂട്ടിൽ സർവീസ് നടത്തുന്ന ലിറ്റിൽ ഫ്ലവർ ബസ്സാണ് പുരുഷന്മാർക്കായി സൗജന്യ യാത്ര ഒരുക്കുന്നത്. KSRTCയിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര ആരംഭിക്കുന്ന ജൂൺ 15-ാം തീയതി തിങ്കളാഴ്ച തന്നെയാണ് ഇത്തരത്തിൽ പ്രതിഷേധ സൂചകമായി പുരുഷന്മാർക്കും ലിറ്റിൽ ഫ്ലവർ ബസ്സിൽ സൗജന്യ യാത്ര അനുവദിക്കുന്നത്. ഇത് ഈ സ്വകാര്യ ബസ് വ്യവസായത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള പോരാട്ടമാണ്, പ്രതിഷേധമാണ് എന്നുള്ളതാണ് ബസ് ഉടമ ഡേവിസ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക്. ജൂൺ 15-ാം തീയതി തിങ്കളാഴ്ച UDF സർക്കാർ KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിക്കും. വളരെ നല്ല കാര്യമാണ്. പക്ഷെ അതേസമയം ഈ മേഖലയിൽ സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ്സുകളെ സംബന്ധിച്ച് വലിയ പ്രയാസത്തിലേക്ക് നീങ്ങുന്നു എന്നുള്ളൊരു വസ്തുതയുണ്ട്. എൻ്റെ സ്വന്തം കാര്യം പറയുകയാണെങ്കിൽ ഞാൻ നടത്തുന്നത് KSRTCയും സ്വകാര്യ ബസ്സുകളും സമ്മിശ്രമായിട്ട് ഇടകലർന്ന് സർവീസ് നടത്തുന്ന റൂട്ടാണ്. ലിറ്റിൽ ഫ്ലവർ എന്നാണ് എൻ്റെ ബസ്സിൻ്റെ പേര്. ആലുവയിൽ നിന്നും നെടുമ്പാശ്ശേരി, അത്താണി, ചെങ്ങമനാട്, കുറ്റിപ്പുഴ, കുന്നുകര, ചാലാക്ക, മെഡിക്കൽ കോളേജ് വഴി മാഞ്ഞാലി എന്ന റൂട്ടാണ് എൻ്റേത്. എൻ്റെ റൂട്ടിൻ്റെ ഏകദേശം 70% KSRTC ഇടതടവില്ലാതെ സർവീസ് നടത്തുന്ന റൂട്ടാണ്. ആ റൂട്ടിൽ തിങ്കളാഴ്ച മുതൽ ഇന്ദിരാ ഗ്യാരണ്ടി നടപ്പാക്കുമ്പോൾ എൻ്റെ ബസ്സിൻ്റെ അവസ്ഥ വളരെ പരിതാപകരമായിരിക്കും. മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാത്ത അത്രയേറെ പ്രയാസം അനുഭവിക്കുമെന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. മുഴുവൻ സമയവും സാധാരണ സ്ത്രീകളാണ്, വനിതകളാണ് ഇതിലെ യാത്രക്കാര്. മറ്റുള്ള പുരുഷന്മാരെല്ലാം അവർ 2 വീലറുകളോ അല്ലെങ്കിൽ മറ്റുള്ള മാധ്യമങ്ങളൊക്കെ വഴി അവർ യാത്ര ചെയ്യും. സ്ത്രീകളാണ് കൂടുതൽ യാത്ര ചെയ്യുന്നതെന്നുള്ളതാണ് ഞങ്ങളെ സംബന്ധിച്ച് ഏറ്റവും പ്രയാസം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞങ്ങളുടെ ബസ്സിലേക്ക് കയറാൻ വരുന്ന ആളുകൾ ഈ തിങ്കളാഴ്ച മുതൽ KSRTCയിലേക്ക് കൂടുമാറും. അത് അവർക്ക് കിട്ടുന്നൊരു ആനുകൂല്യമാണ്, ഞങ്ങൾ അതിനെതിരല്ല. പക്ഷെ ഞങ്ങൾക്ക് നിലനിൽപ്പ് വളരെ പരിതാപകരമായ ഒരു സാഹചര്യത്തിലേക്ക് മാറും. അതുകൊണ്ട് തന്നെ ഇതിലുള്ള പ്രതിഷേധം രേഖപ്പെടുത്താനായിട്ട് തിങ്കളാഴ്ച ഈ സർക്കാർ സ്ത്രീകൾക്ക് വനിതാ ആനുകൂല്യം, യാത്രാ സൗജന്യം അനുവദിക്കുന്ന അതേ രീതിയിൽ എൻ്റെ ബസ്സിൽ, ഞാൻ നേരത്തെ പറഞ്ഞ ലിറ്റിൽ ഫ്ലവർ എന്ന എൻ്റെ ബസ്സിൽ ഞാൻ പുരുഷന്മാർക്ക് ആ ഒരു ദിവസം സൗജന്യ യാത്ര അനുവദിക്കും. അതോടൊപ്പം തന്നെ സ്ത്രീ യാത്രക്കാർ, വനിതകളായിട്ടുള്ള യാത്രക്കാർ KSRTCയിൽ കയറാതെ ഇന്നലെ വരെ ഞാൻ പോയിക്കൊണ്ടിരുന്ന ഈ ബസ്സിലേക്ക് അവർ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞങ്ങൾ അവരെ സ്വാഗതം ചെയ്യും. ഞങ്ങൾ മധുരം നൽകി അവരെ സ്വീകരിക്കും. കാരണം അവർക്കറിയാം ഇത് നിലനിൽക്കേണ്ടത് നമ്മുടെ നാടിൻ്റെ ആവശ്യമാണെന്ന്. പൊതുസമൂഹത്തിൽ ആ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ഈ ആനുകൂല്യങ്ങൾ വേണ്ട എന്ന് വെച്ചിട്ട് ഈ സംവിധാനം, ഇപ്പുറത്തുള്ള ഈ സ്വകാര്യ ബസ്സുകളും നിലനിൽക്കണമെന്ന് ആഗ്രഹിച്ചു വരുന്നവരെ ഞങ്ങൾ സർവാത്മന ഞങ്ങൾ അവർ സ്വാഗതം ചെയ്യുന്നു. മധുരം നൽകി ഞങ്ങൾ അവരെ സ്വീകരിക്കും. ഇതൊരു സമരമാർഗമാണ്. സർക്കാരിന്റെ കണ്ണ് തുറപ്പിക്കാനുള്ള ഒരു സമരത്തിന്റെ ഒരു പാതയാണ്. ഞങ്ങൾ ഈ പുതുയുഗ യാത്രയിലും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അന്ന് പ്രതിപക്ഷ നേതാവായിരുന്നു. ആ സമയത്തെല്ലാം തന്നെ ഞങ്ങൾ അദ്ദേഹത്തെ പല ജില്ലകളിൽ തോറും, എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും അദ്ദേഹത്തോട് ഞങ്ങളുടെ പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ മേഖലയിലുള്ള ബുദ്ധിമുട്ടുകളെല്ലാം വളരെ വ്യക്തമായിട്ട് അദ്ദേഹത്തിന്റെ മുമ്പിൽ അവതരിപ്പിച്ചതാണ്. അദ്ദേഹം പറഞ്ഞു, എനിക്കറിയാം, നിങ്ങൾ പറയുന്നതിലും കൂടുതൽ കാര്യങ്ങൾ എനിക്കറിയാം. ഈ ഒരു ഇൻഡസ്ട്രി നിലനിൽക്കണം, സർക്കാരിന് ടാക്സ് പേ ചെയ്യുന്നവരാണ് നിങ്ങൾ, അതുകൊണ്ട് തന്നെ നിങ്ങൾ നിലനിൽക്കേണ്ടത് സർക്കാരിൻ്റെയും കൂടി ആവശ്യമാണെന്ന് അദ്ദേഹം നേരിട്ട് പറഞ്ഞ ആളാണ്. അപ്പൊ ആ ഒരു പ്രതീക്ഷ കൊണ്ട് ഞങ്ങൾ ഇപ്പൊ ഇന്ദിരാ ഗ്യാരണ്ടി നടപ്പാക്കിയാൽ പോലും മറുവശത്ത് ഞങ്ങളെ കൂടി സംരക്ഷിക്കാൻ, ഞങ്ങളെ കൂടി കേട്ട് ഞങ്ങളുടെ പ്രയാസങ്ങൾ എന്താണെന്ന് ചോദിച്ചു മനസ്സിലാക്കി അതിനകത്ത് ഞങ്ങൾ വയ്ക്കുന്ന നിർദ്ദേശങ്ങൾ അതൊന്ന് പരിഗണിക്കാൻ അത് തയ്യാറാവാത്തത് അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ്. അതുകൊണ്ട് തന്നെ ഒരു വ്യക്തി എന്ന നിലയിൽ, ഒരു ബസ് ഉടമ എന്ന നിലയിൽ ഞാൻ എൻ്റെ പ്രതിഷേധം ഈ രീതിയിൽ അറിയിക്കുകയാണ്. നല്ലവരായ എല്ലാ സുഹൃത്തുക്കളുടെയും പിന്തുണ ഇക്കാര്യത്തിൽ ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. സ്ത്രീകളെ പോലെ തന്നെ പുരുഷന്മാർക്കും ആ എല്ലാ ആനുകൂല്യങ്ങളും നൽകണമെന്ന് തന്നെ ഞങ്ങളുടെ ബസ്സുകളിൽ പോലും ഈ ആനുകൂല്യം നൽകാനായിട്ട് സർക്കാരിൻ്റെ തീരുമാനം വന്നാൽ ഞങ്ങൾ തയ്യാറാണ്. പക്ഷേ അത് ഞങ്ങളെ നിലനിർത്തുന്ന, ഞങ്ങൾക്ക് നിലനിൽക്കാനുള്ള സംവിധാനം ഉണ്ടാക്കി അതിന് ഉറപ്പുവരുത്തണമെന്നുമാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. അതുപോലെ തന്നെ സർക്കാർ ഏത് ചർച്ചയ്ക്ക് ഏത് നിമിഷവും വിളിച്ചാലും ഞങ്ങളുടെ നേതാക്കൾ പോവാനായിട്ട് അവർ കാത്തിരിക്കുകയാണ്. കാരണം ഈ ഒരു
വ്യവസായം നിലനിൽക്കേണ്ടത് എല്ലാവരുടെ ആവശ്യമാണ്. കേവലം 2500 അല്ലെങ്കിൽ അങ്ങേയറ്റം 3000 ബസ്സുകളോ കൊണ്ട് ഈ കേരളത്തിലെ മുഴുവൻ യാത്രാ ആവശ്യങ്ങളും നിറവേറ്റാൻ കഴിയില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ 10,000-ഓളം വരുന്ന സ്വകാര്യ ബസ്സുകളും ഈ KSRTC ബസ്സുകളും ഒരു അമ്മയുടെ മക്കൾ പോലെ പരസ്പരം കൈകോർത്ത് ഈ സമൂഹത്തിന്റെ, ഈ നാടിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും അവരുടെ സർവീസുകൾ വിന്യസിക്കാൻ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ പൊതുഗതാഗതം അഭിവൃദ്ധിപ്പെടും, പൊതുഗതാഗതം മെച്ചപ്പെടും. കൂടുതൽ മലയോര ഗ്രാമപ്രദേശങ്ങളിലേക്ക് ഉള്ളവരെല്ലാം അവർക്ക് അവരുടെ യാത്രയ്ക്ക് ബസ്സുകൾ ഉപകരിക്കും. നേരെ മറിച്ച് ഈ രീതിയിലുള്ള ഒരു തീരുമാനം എടുത്തത് കൊണ്ട് സംഭവിക്കുന്നത്, സർക്കാരിൽ നിന്നുള്ള വരുമാനം കൊണ്ട് KSRTC നിലനിൽക്കുമ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് അതാത് ദിവസം ഡീസൽ അടിക്കാനായിട്ട് പമ്പിൽ ചെല്ലുമ്പോൾ രൂപ എണ്ണി കൊടുത്തില്ലെങ്കിൽ, അതല്ലെങ്കിൽ ജീവനക്കാർക്കുള്ള ശമ്പളം കൃത്യമായിട്ട് അതാത് ദിവസം വൈകുന്നേരം കൊടുത്തില്ലെങ്കിൽ പിറ്റേ ദിവസം ഈ ബസ് ഓടിക്കാൻ പറ്റില്ല, ഈ ബസ്സിന്റെ ചക്രം ഉരുളില്ല. അത്തരം ഒരു ദയനീയ അവസ്ഥയിലാണ്. അതുകൊണ്ട് തന്നെയാണ് ഒരു വേറിട്ട സമരമാർഗം എന്ന രീതിയിൽ ഇത്തരത്തിൽ പുരുഷന്മാർക്ക് സൗജന്യ യാത്രയും, ഈ അവസ്ഥ മനസ്സിലാക്കി ഞങ്ങളെ സഹായിക്കാൻ സ്വകാര്യ ബസ് മേഖലയെ കൈവിടാതെ ഞങ്ങൾക്ക് പിന്തുണയുമായി വരുന്ന വനിതകളെ ഞങ്ങൾ സർവാത്മന അവരെ സ്വാഗതം ചെയ്യുന്നു. അവർ ഞങ്ങൾ ഏറ്റവും ഹൃദയംഗമായിട്ട് ഞങ്ങൾ അവരെ സ്വീകരിക്കും, അവർക്ക് മധുരവും നൽകും. തൻ്റെ ബസ്സിൽ പുരുഷന്മാർക്ക് അന്നേ ദിവസം സൗജന്യ യാത്ര ഒരുക്കുമ്പോൾ KSRTCയിൽ സൗജന്യ യാത്ര ലഭ്യമായിട്ടും അത് സ്വീകരിക്കാതെ തൻ്റെ ബസ്സിലേക്ക്, സ്വകാര്യ ബസ്സിലേക്ക് എത്തുന്ന സ്ത്രീകൾക്ക് മധുരം നൽകി അവരെ സ്വീകരിക്കുമെന്നും ഈ ബസ്സുടമ പറയുന്നുണ്ട്. ക്യാമറമാൻ അരുൺമലയിലിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി, ഫോക്കസ് ന്യൂസ് TV.